സുഖമല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ വറുത്തരച്ച് വെച്ചതാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളെല്ലാവരും ജുലീനാസ് കിച്ചൻ കാണണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഇത് മുന്നോട്ട് പോകാൻ എന്നെ കൂടുതൽ പ്രോത്സാഹിക്കുമെന്ന വിശ്വാസത്തോടെ ഇനി നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തത് 3/4 കിലോ, നാളികേരം ചിരകിയെടുത്തത് 1 മുറി, 1 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തത്, 5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞെടുത്തത്, ആവശ്യത്തിന് കറിവേപ്പില, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ അരിഞ്ഞെടുത്തത്, തക്കാളി അരിഞ്ഞെടുത്തത്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, കറുകപ്പട്ട 1 കഷ്ണം, ഏലക്ക 4 എണ്ണം, 1 ടീസ്പൂൺ കുരുമുളക്, 1 തക്കോലം, 4-5 ഗ്രാമ്പു, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നാളികേരം ഇടാം. ഇതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ നാളികേരം പകുതി വറവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രാമ്പു, പട്ട, ഏലക്ക, കുരുമുളക്, തക്കോലം എന്നിവ ഇടാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ഇളക്കിക്കൊണ്ടിരിക്കാൻ. ഇപ്പോൾ നാളികേരം ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ വയ്ക്കാൻ. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഇടാം. ഇനി ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നാളികേരം നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളക് ഇടാം, സവാള അരിഞ്ഞതും വേപ്പിലയും ഇടാം. നന്നായി ഇളക്കി കൊടുക്കാം. സവാള നന്നായി മൂത്ത് വരണം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് അരച്ചെടുക്കാം. ആദ്യം നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഇനി ഇത് നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞ് ഇതിലേക്ക് ചേരും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം.
മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ നമ്മൾ അരപ്പരച്ചതിൽ മൊരിയിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച അരപ്പൊഴിക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ മൂടി വെച്ച് വേവിക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഗരം മസാല കൂടി ഇടാം. നന്നായി മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ ഇത്രയും ഗ്രേവി വെച്ചാൽ മതി. ഇനി കൂടുതൽ അളവ് വേണമെന്നുള്ളവർ അല്പം കൂടെ വെള്ളം ചേർത്താൽ മതി. ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ നാടൻ വറുത്തരച്ച ചിക്കൻ കറി റെഡിയായി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണിത്. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.